ജർമ്മനിയിലെ ഒരു അവധി ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര കളർഫുൾ ആണോ? അതോ വെറും ബോറായിരിക്കുമോ? രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് നോക്കിയതാ, ഇതാണ് അവസ്ഥ. അല്ല ഒന്നന്തരം മഴ. ജർമ്മനിയിലെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ. എപ്പോഴാണ് മഴ പെയ്യുക, എപ്പോഴാണ് വെയിൽ വരിക എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ല വെയിലാണെന്നും പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നനഞ്ഞു കുതിരും. ഒരു സ്ഥിരതയും ഇല്ലാത്ത കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഇനി നിങ്ങൾ ജർമ്മനിയിലേക്ക് മാർച്ചിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് മാർച്ച് ജർമ്മനിയിൽ സ്പ്രിംഗ് സീസണിൻ്റെ തുടക്കമാണെന്നാണല്ലേ. പക്ഷേ അനുഭവം അതല്ല കേട്ടോ. ഇപ്പം നമ്മളിവിടെ രാവിലെ നല്ല വെയിൽ കണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഉച്ചയ്ക്ക് പെട്ടെന്നൊരു കാറ്റും പിന്നാലെ നല്ല ഐസ് പോലത്തെ മഴയും വരും. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ മഞ്ഞ് വീഴാനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ദിവസം തന്നെ 4 കാലാവസ്ഥ അനുഭവിക്കാൻ പറ്റുന്ന മാസമാണിത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇനി തണുപ്പ് മാറുമല്ലോ എന്ന് കരുതി ജാക്കറ്റൊന്നും എടുക്കാതിരിക്കേണ്ട. മഴയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും നല്ലൊരു ചൂട് കോഫി കുടിക്കാതെ പറ്റില്ല അല്ലേ. ഈ തണുപ്പത്ത് നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊരു പ്രത്യേകത തന്നെയാണ്. എഴുന്നേറ്റ ഉടനെ ഈ ഒരു കപ്പ് കോഫി അകത്തെത്തിയാലേ എനിക്ക് ശരിക്കൊന്ന് ഉഷാറാവാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഒരു കപ്പ് സ്ട്രോങ് കോഫി റെഡി ആകുമ്പോൾ തന്നെ ഇവിടെ സൈഡിൽ കുഞ്ഞാവയ്ക്കുള്ള പാലും റെഡി ആവുന്നുണ്ട് കേട്ടോ. അവൻ എഴുന്നേറ്റ് വന്ന ഉടനെ ഈ ഒരു പാല് അവന് നിർബന്ധമാണ്. ആ ഒരു ശീലം ഇതുവരെ അവന് മാറിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് വരുമ്പോൾ ആ ഒരു പാൽ ഗ്ലാസ് കൈ കൊടുക്കുമ്പോഴേ അവൻ ഹാപ്പി ആവാറുള്ളൂ. ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നൊരു പരീക്ഷണമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടപ്പോൾ തോന്നിയതാ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതുപോലെ തന്നെ കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇതെന്താണെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടൊരു എഗ് പപ്സ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ചേട്ടായും കൂടി ഉണ്ട് കേട്ടോ. പണ്ടേ ഉള്ളൊരു ശീലമാണ് കേട്ടോ. ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയും ബുദ്ധിമുട്ടുമാണ്. വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ 2 പേരും കൂടി നിന്ന് പാചകം ചെയ്യുമ്പോൾ അതൊരു രസം തന്നെയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം കേട്ടോ. ജർമ്മനിയിൽ വരാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവിടെ ചെന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ കിട്ടുമോ, അതോ നമ്മളെന്നും ബ്രെഡും ബർഗറും ഒക്കെയാണോ കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ജർമ്മനിയിലെ പകുതി മലയാളികളുടെയും അവസ്ഥ ഇതാണ്. എത്രയൊക്കെ അവിടുത്തെ ബ്രെഡും ചീസും കഴിച്ചാലും ഒരു നേരമെങ്കിലും നമ്മുടെ ചോറും മീനും അല്ലെങ്കിൽ നമ്മുടെ കറികളൊക്കെ കൂട്ടി ഒന്ന് പിടിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഫുഡ് ഒരു നേരമെങ്കിലും കഴിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല കേട്ടോ. എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭാഗ്യത്തിന് ഞങ്ങളുടെ വീടിന് തൊട്ട് താഴെ തന്നെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ മട്ടേരി, വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക് അങ്ങനെ തുടങ്ങി എന്ത് വേണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ആ ഒരു സ്റ്റോറിൽ കിട്ടും കേട്ടോ. നമ്മൾ 4 മണി പലഹാരമായിട്ട് കഴിക്കുന്ന ഉണ്ണിയപ്പം, നെയ്യപ്പം, അതുപോലെ കുമ്പിളപ്പം വരെ നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെ നമ്മുടെ പാചകത്തിനിടയ്ക്ക് ചേട്ടായി ചെറുതായിട്ടൊന്ന് മുങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഇവിടെ പോയെന്ന് നോക്കാം. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അടുക്കളയിൽ പണി കള്ളത്തരം എന്ന് കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ഉള്ളി നിങ്ങൾക്ക് കൈയൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്റെ കൈയാണ്. ഈ കൈകളിലാണ് അതെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോ മൊത്തം ഞാനാണ് മാത്രമേ അരിഞ്ഞുള്ളൂ. ഇല്ല, ബാക്കി സവോള അരിഞ്ഞ് പൊളിച്ചത് ഞാനാണ്. ശുദ്ധ മണ്ടത്തരം, ശുദ്ധ കള്ളത്തരം. ഈ ഒരു ഫോണും എടുത്തോണ്ട് ഇങ്ങ് നടക്കും. എന്നിട്ട് എന്റെ അടുത്ത് ഉള്ളിയരി കേട്ടോ. നിങ്ങൾ കാണുക ഇവിടെ ഇന്നുകൊണ്ട് പഠിച്ചോണ്ടിരിക്കുക. ഞാൻ പാവം പണിയെടുക്കുമ്പോ ഇവിടെ ഇരുന്ന് പഠിക്കുക. ഞാൻ പിന്നെ വിചാരിച്ച് പഠിക്കുവല്ലേ, തലയൊക്കെ പുകയുന്നുണ്ട്. കണ്ടാ, പുകയൊക്കെ വരുന്നു. ജർമ്മനാണ് മൊത്തം.
കണ്ടോ പുകഞ്ഞ് ഈ മുടി വരെ നരച്ച്. ഇനി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പഠിക്കുകയാണ്. നമുക്കപ്പോ ബാക്കി പോയി പാചകം ചെയ്യാം. ചുമ്മാ കള്ളത്തരം ഞാൻ അങ്ങോട്ട് ചെല്ലണം. ഇപ്പൊ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഇതൊക്കെ വരയ്ക്കാന്ന് പറഞ്ഞിരുത്തിയത് അവിടെ. കൊല്ലും ഞാൻ. അനാവശ്യം പറയാൻ പാടില്ല. ഇവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഓടിച്ചു വിടും. മസാല ഇടാം. ഞാനേ ഉള്ളി വഴന്ന് കഴിയുമ്പോ വിളിക്കാം. ഏതാ വീഡിയോ എടുക്കുക ഏത് കറക്റ്റാണോ? ഞാൻ പിന്നെ വരാം. അങ്ങനെ മുങ്ങാൻ നോക്കിയ ചേട്ടായെ ഞാൻ വീണ്ടും കയ്യോടെ പിടിച്ച് കിച്ചണിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രെഡിനുള്ളിൽ ആ മസാലയും മുട്ടയും ഒക്കെ വെച്ച് പപ്സിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ ആ ഒരു മുട്ടയ്ക്കകത്ത് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓവനിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓവനിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ഓവനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചിത് തുറന്നെടുത്ത സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് അത്ര ക്രിസ്പി ആയിട്ട് വന്നില്ല കേട്ടോ. പിന്നെ അവസാനം നമുക്കങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ, നേരെ പാനിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ അത് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി പഠിക്കുന്നത്. എന്തായാലും അവസാനം സംഭവം റെഡി ആയിട്ടുണ്ട്. ലുക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്കും ചേട്ടായിക്കും ഇത് കൊടുത്തു നോക്കാം. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഞാൻ ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കട്ടെ. കുഞ്ഞ കൊള്ളാമോ? ടേസ്റ്റ് വല്ലതും ഉണ്ടോ? ലേക്കറാ എന്നെ കുഞ്ഞാവ കൊള്ളാവോടാ? റിഷ്ടിഷാ? ലിഷ്യസോ? ഡെലീഷ്യസ് ആണോ ഉദ്ദേശിച്ചത്? ഇത് ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇനി ഉണ്ടാക്കണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കാൻ. പോരട്ടെ. ഞാൻ അടുക്കള കേറില്ല എന്ന് മേടിച്ച് പറയണ്ട. ഞാൻ ഉണ്ടാക്കിയോണ്ട് കൊള്ളാം. അത് കൊള്ളാലോ. അപ്പൊ ഞാൻ ആരായി? ഈ 9 മടക്കിയതാരാ? മടക്കിയത് നീ ആണെങ്കിൽ മടക്കിയത് മസാല ഇട്ടതാരാ? മുട്ട വേവിച്ചാരാ? മുട്ട മാത്രം വേവിച്ചോണ്ട് ആവില്ല. കട്ട് ചെയ്തതാരാ? കട്ട് ചെയ്ത് നീയാ. പക്ഷെ ഞാനാ ഉണ്ടാക്കിയത്. ഞാനാണ് പാനിൽ പൊരിച്ചെടുത്തത്. പൊരിച്ചെടുത്തെന്ന് പറഞ്ഞതല്ല, ഉണ്ടാക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ടാസ്ക്. ഉരുട്ടിയ എന്റെ കുഞ്ഞ് മാത്രമുള്ള അമ്മയുടെ സൈഡ് പറയാനായിട്ട്. ചേട്ടാ ഇത് ഞാനാണ് ഉണ്ടാക്കിയത്. കള്ളം പറയല്ലേ ചേട്ടാ, നീ അമ്മയുടെ മോനാന്ന് പറഞ്ഞോണ്ട് നിനക്ക് സൈഡ് പിടിക്കരുത്. ഞാനാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി പുറത്തിറങ്ങി. ജർമ്മനിയിലെ കാലാവസ്ഥയെക്കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇരുണ്ട ആകാശവും മഴയും കണ്ടിരുന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ ഒരു മൂഡും ഉണ്ടാവില്ല. എന്തിനു പറയുന്നു, ചിലർക്കൊക്കെ നല്ല ഡിപ്രഷൻ വരെ വരാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ഫാമിലി വരുന്നതിന് മുൻപ് എൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണ്ട, ഡിപ്രഷനൊക്കെ അടിക്കാൻ എവിടെയായി സമയം. കുട്ടികളുള്ളപ്പോൾ സമയം പോകുന്നത് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് മാസത്തിൽ 2 വീക്കെൻഡ് ഡ്യൂട്ടി ഉണ്ടാവും, ബാക്കി 2 വീക്കെൻഡ് ഓഫാണ്. അപ്പോൾ ആ ഒരു ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ ഒരെണ്ണം ഞങ്ങൾ പണ്ടേ ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പും മഴയുമുള്ള സമയത്ത് പുറത്തേക്ക് പാർക്കുകളിലൊക്കെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഇൻഡോർ പാർക്ക് ഞങ്ങൾക്ക് സ്ഥിരം താവളമാണ്. വിൻ്റർ സമയത്ത് പിള്ളേർക്ക് ഇങ്ങനെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്കും നേരെ ഇൻഡോർ പാർക്കിലേക്ക് വിട്ടാലോ? Nächste Haltestelle Oberschlesienstraße. ഞങ്ങളിപ്പോൾ പാർക്കിലേക്ക് പോകുന്നത് ട്രാമിലാണ് കേട്ടോ. ജർമ്മനിയിലെത്തിയാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ബസ്സൊക്കെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ട്രാമുകൾ. റോഡിൽ കാണുന്ന ചെറിയ പാളത്തിൽ കൂടി പോകുന്ന ഈ കുഞ്ഞൻ ട്രെയിനുകൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമാണ് കേട്ടോ. ടിക്കറ്റിൻ്റെ നിരക്ക് ഓരോ സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ടാവും. എങ്കിലും ഒരു ചെറിയ യാത്രയ്ക്ക് ഏകദേശം 2 മുതൽ 3 യൂറോ വരെ ആവാം.
പക്ഷെ ഒരു പ്രധാന കാര്യം, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ കണ്ടക്ടർമാരൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ടിക്കറ്റ് എടുത്ത് കൃത്യമായി പഞ്ച് ചെയ്യണം. ഇടയ്ക്ക് വല്ലപ്പോഴും ചെക്കിങ്ങിന് ആൾ വരും കേട്ടോ. അന്നപ്പോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് നല്ല തുക പിഴയായി കിട്ടാൻ ചാൻസ് ഉണ്ട്. ജർമ്മനിയിൽ വരാനിരിക്കുന്നവർക്ക് ഏറ്റവും ലാഭകരമായ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡോയ്ച്ച് ലാൻഡ് ടിക്കറ്റ്. ഇത് 49 യൂറോ ടിക്കറ്റ് ആയിരുന്നു നേരത്തെ, പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വില 58 യൂറോയാണ്. വില കൂടിയെങ്കിലും ഇപ്പോഴും ഇത് തന്നെയാണ് ഏറ്റവും ലാഭകരമായ വഴി. ഈ ഒരു ഒറ്റ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലുടനീളം എല്ലാ ട്രാമുകളിലും, സിറ്റി ബസ്സുകളിലും, ഊബാൻ, എസ് ബാൻ, റീജിയണൽ ട്രെയിനുകളിലും ധൈര്യമായി യാത്ര ചെയ്യാം. ജോലിക്ക് പോകുന്നവർക്കും ഇതുപോലെ ഫാമിലി ആയിട്ട് പുറത്തു പോകുന്നവർക്കും ഈ ഒരു 58 യൂറോ ടിക്കറ്റ് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വില്ലിഷ് എന്ന സ്ഥലത്താണ് ഈ ഒരു പാർക്ക് ഉള്ളത്. സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയാൽ കുറച്ച് ദൂരം നമ്മൾ ഉള്ളിലേക്ക് നടക്കാനുണ്ട്. നല്ല ശാന്തമായ ഒരു മനോഹരമായ സ്ഥലമാണിത്. ഈ നടക്കുന്ന വഴിയിൽ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? ജർമ്മനിയിലെ വീടുകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ വലിയ മതിൽക്കെട്ടുകളോ ഗേറ്റുകളോ ഒന്നും ഇവിടെ അധികം കാണാനില്ല. പകരം മനോഹരമായ ചെറിയ പൂന്തോട്ടങ്ങളും ചെടികളും കൊണ്ടായിരിക്കും അവർ അതിരുകൾ തിരിക്കുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക അച്ചടക്കമുണ്ട്. എല്ലാം ഒരേപോലെ അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഇതാണ് ഓക്കിഡോക്കി. ഇതൊരു ഇൻഡോർ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 8 യൂറോയും മുതിർന്നവർക്ക് 4 യൂറോയുമാണ്. അപ്പോൾ മുതിർന്നവർക്കും ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇവിടേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു വട്ടം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ക്ലോസ് ചെയ്യുന്നവരെ നമുക്ക് ഇവിടെ കളിക്കാനായിട്ട് പറ്റും. അകത്തേക്ക് കയറിയാൽ പിന്നെ കുട്ടികളുടെ ഒരു മായ ലോകമാണ് കേട്ടോ ഇവിടെ. പല തട്ടുകളിലായി വലിയ സ്ലൈഡുകൾ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും ചാടി കളിക്കാൻ പറ്റുന്ന വലിയ ട്രാപ്പോളിൻ ഏരിയകൾ, അതുപോലെ ആയിരക്കണക്കിന് കളർ പന്തുകൾ നിറഞ്ഞ ബോൾ പിറ്റുകൾ. ചെറിയ കുട്ടികൾക്കൊക്കെ അതിലേക്ക് എടുത്തു ചാടാനും അതിൽ കിടന്ന് കളിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. അല്പം വലിയ കുട്ടികൾക്കായി ചെറിയ രീതിയിൽ ക്ലൈംബിംഗ് ഏരിയകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടികളും ഓടിക്കാൻ പറ്റുന്ന ട്രാക്കുകൾ മിക്കവാറും ഇത്തരം പാർക്കുകളിൽ ഹൈലൈറ്റ് ആണ്. അതുപോലെ നമ്മുടെ കുഞ്ഞു വാവയെ പോലെയുള്ള ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് സോഫ്റ്റ് പ്ലേ ഏരിയകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് വലിയ കുട്ടികളുടെ ഇടയിൽപ്പെട്ട് അവർക്ക് അപകടം പറ്റുമെന്ന് പേടി വേണ്ട. ഇതൊക്കെ കൂടാതെ രക്ഷിതാക്കൾക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയായി വലിയൊരു കഫ്റ്റീരിയ സെഷനും ഇവിടെയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പിള്ളേർക്ക് ഓടിക്കളിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം ഈ മഴയത്ത് വേറെ കിട്ടില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റിനോടൊപ്പം കോഫി കുടിക്കാനായിട്ട് 2 ഫ്രീ കൂപ്പണുകൾ കൂടി കിട്ടാറുണ്ട് കേട്ടോ. അത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കോഫി ഓർഡർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മിൽക്ക് കോഫിയാണ് ഇവിടുന്ന് കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കാറ്. അപ്പോൾ ഈ തണുപ്പത്ത് അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. കുറച്ച് നേരം പിള്ളേർ ഓടിക്കളിച്ചതിന് ശേഷം എല്ലാവർക്കും നല്ല വിശപ്പായി. സമയം ഉച്ചയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ കഫ്റ്റീരിയയിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. ബർഗറും കുറച്ച് പൊട്ടറ്റോ ഫ്രൈസുമാണ് വാങ്ങിയത്. ഓർഡർ ചെയ്യാൻ നേരത്തെ അവർ നമുക്ക് ഒരു മെനു കാർഡ് തരും കേട്ടോ. അതിലെല്ലാ ഫുഡിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും റേറ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ടാകും. ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മാസവും ഇവർ ചില ഫുഡ് ഐറ്റംസിന് നല്ല ഓഫറുകൾ നൽകാറുണ്ട്. ആ മാസം ആ സാധനത്തിന് വില കുറവായിരിക്കും. അപ്പോൾ നമുക്കത് ലാഭമായി കിട്ടും. പിന്നെ ഒരു പ്രധാന കാര്യം കൂടി, നിങ്ങളുടെ കുട്ടികൾക്ക് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ ഒരു വെറൈറ്റി സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ബെസ്റ്റാണ്. ഇവിടെ ബർത്ത്ഡേ പാർട്ടികൾ അറേഞ്ച് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം, ഒപ്പം കൂട്ടുകാരുമായി കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുകയും ചെയ്യാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്ന് പറയാം.
പുതിയൊരു രാജ്യത്തേക്ക് മാറുമ്പോൾ കുട്ടികളുടെ ഭാവി തന്നെയാണ് ഏതൊരു മാതാപിതാക്കളുടെയും പ്രധാന ചിന്തയല്ലേ. ജർമ്മനിയിൽ ജീവിതം കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുമ്പോൾ തന്നെ ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് കേട്ടോ. ഇതിൽ പ്രധാന കടമ്പ എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷ തന്നെയാണ് കേട്ടോ. ജർമ്മൻ ഭാഷ കുട്ടികൾ വേഗത്തിൽ പഠിച്ചെടുക്കുമെങ്കിലും മാതാപിതാക്കൾക്ക് അത്യാവശ്യം ഭാഷാ പരിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ സ്കൂളിലെ കാര്യങ്ങളിലും മറ്റ് കൃത്യമായി ഇടപെടാൻ കഴിയൂ. അതുപോലെ തന്നെ കീറ്റ അല്ലെങ്കിൽ ഡേ കെയറിൽ അഡ്മിഷൻ കിട്ടാനുള്ള കാലതാമസം, ചില നഗരങ്ങളിൽ വലിയ കാത്തിരിപ്പ് തന്നെ വേണ്ടി വരാറുണ്ട് കേട്ടോ. അതുപോലെ നാട്ടിലെ പോലെ നമുക്ക് എപ്പോഴും ചുറ്റും ബന്ധുക്കളോ അയൽക്കാരോ ഉണ്ടാകണമെന്നില്ല. ഇത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും തുടക്കത്തിൽ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കാം. ശൈത്യകാലത്ത് കുറഞ്ഞ സൂര്യപ്രകാശവും തണുപ്പും കുട്ടികൾക്ക് ശീലമാകാൻ അല്പം സമയമെടുക്കാറുണ്ട്. അങ്ങനെ കുറച്ചു നേരം പാർക്കിനുള്ളിൽ കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയിട്ടോ. ഒരുപാട് ദൂരെയൊന്നുമല്ല, ആ പാർക്കിനെ ചുറ്റിപ്പറ്റി തന്നെ കാണാൻ മനോഹരമായ ഫീൽഡുകളും അതുപോലെ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇപ്പോൾ വഴിയോരങ്ങളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന ചെറി ബ്ലോസങ്ങൾ നമുക്ക് കാണാം. വെള്ളയും ഇളം പിങ്കും നിറത്തിലുള്ള പൂക്കൾ കാണുമ്പോൾ ഒരു മഞ്ഞ് വീണതുപോലെ തോന്നും കേട്ടോ. കാറ്റത്ത് ആ പൂവുകൾ കൊഴിയുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ. അതിനിടയിൽ ഇലകൾ പോലും ഇല്ലാതെ വെറും കമ്പുകൾ മാത്രമായി നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ കണ്ടു കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ഉണങ്ങിയതാണെന്നേ തോന്നുമെങ്കിലും അവ ഇപ്പോഴും ഒരു വലിയ ഒരുക്കത്തിലാണ്. ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ഈ മരങ്ങളെല്ലാം വെളുത്ത പൂക്കളാൽ നിറയും. വസന്തത്തിന്റെ വരവറിയിക്കാൻ അവ കാത്തു നിൽക്കുകയാണ്. പ്രകൃതിയുടെ ഈ മാറ്റം കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണല്ലേ. അതുപോലെ പാർക്കിന് വെളിയിൽ പരന്നു കിടക്കുന്ന ആ പച്ചപ്പും പാടങ്ങളും കാണുമ്പോൾ അറിയാതെ മനസ്സൊന്ന് നാട്ടിലേക്ക് പോയി കേട്ടോ. നമ്മുടെ നാട്ടിലെ നെൽപ്പാടങ്ങളുടെ ആ പഴയ ഓർമ്മകൾ, പണ്ട് വൈകുന്നേരങ്ങളിൽ പാടവരമ്പത്തുകൂടി നടന്ന ആ കാലം. ഇവിടെ നെല്ലില്ലായിരിക്കാം, പക്ഷേ ആ കാറ്റും കുളിർമയും നൽകുന്ന ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, അത് വാക്കുകൾക്കപ്പുറമാണല്ലേ. വിദേശത്താണെങ്കിലും ആ ഒരു നിമിഷം നമ്മൾ വീണ്ടും ആ പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയതുപോലെ തോന്നും. ജർമ്മൻകാർ പൊതുവെ വളരെ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ഞായറാഴ്ചകളിൽ കടകളൊന്നും തുറക്കാറില്ല, വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാവരും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും പ്രകൃതിയിലേക്ക് ഇറങ്ങാനും ആഗ്രഹിക്കുന്നവരാണ്. ആ സമാധാനം നമ്മളെയും പതുക്കെ പതുക്കെ മാറ്റിമറിക്കും. ചിട്ടയായ ജീവിതം, എല്ലാം കൃത്യസമയത്ത് ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക എന്നതൊക്കെ ഇവരുടെ രക്തത്തിലുള്ളതാണ്. റോഡിലായാലും കടയിലായാലും ആരും തിരക്ക് കൂട്ടില്ല. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഒരു ചെറിയ ഒഴിവ് സമയം കിട്ടിയാൽ മതി, അവർ സൈക്കിളും എടുത്ത് പുറത്തേക്കിറങ്ങും. നാട്ടിലെ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ആദ്യമൊക്കെ ഈ ഒരു നിശബ്ദത നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ സമാധാനമാണ് ജീവിതത്തിലെ ഏറ്റവും ആവശ്യമെന്ന്. നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു അച്ചടക്കവും പ്രകൃതിയോടുള്ള സ്നേഹവും ഇവിടുത്തെ ജീവിതത്തിലൂടെ താനേ കിട്ടും. ആ പാടത്ത് നമ്മൾ കണ്ട പക്ഷികളെ പോലെ അവരും പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കാൻ ഇഷ്ടപ്പെടും. നാട്ടിലെത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നീ നാടും വീടും ഒക്കെ മറന്നു എന്നുള്ളതാണ്. ശരിക്കും അവർക്കറിയില്ലല്ലോ, ഈ പാടവരമ്പത്തും വീടുകൾക്കിടയിലും ഞാൻ തിരയുന്നത് എൻ്റെ നാടിനെ തന്നെയാണ് എന്ന്. ഇവിടുത്തെ ഈ പച്ചപ്പും ശാന്തതയും കാണുമ്പോൾ ഓർമ്മകൾ ഓടിയെത്തുന്നത് നമ്മുടെ ആ പഴയ മുറ്റത്തേക്കും പാടത്തേക്കുമാണ്. ആ ഓർമ്മകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നോ തീർന്നതാണ്, അതൊരിക്കലും ആയില്ല. അങ്ങനെ കുറച്ചു നേരം അതുവഴി നടന്നതിന് ശേഷം ഇനി നമുക്ക് പാർക്കിലേക്ക് തിരിച്ചു പോകണം. അവരുടെ കളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു നിർബന്ധമുണ്ട്. പാർക്ക് അടയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രത്യേക പാട്ടിടും. കുട്ടികളെ സംബന്ധിച്ച് ഇത് ഇവിടുത്തെ ഒരു ദേശീയ ഗാനം പോലെയാണ് കേട്ടോ. ആ പാട്ട് കേൾക്കാതെ, ആ താളത്തിനൊത്തൊന്ന് ചൂട് വെക്കാതെ അവർ അവിടുന്ന് പടിയിറങ്ങില്ല. അത് അവരുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. ഇറങ്ങടി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൂടി കടന്നുപോയി. നമ്മൾ അറിയാതെ ഓരോ നിമിഷവും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മളിൽ എത്ര പേരാണ് ഒന്നിനും മൂടില്ല, എങ്ങും പോകുന്നില്ല എന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു സത്യമാണ്, ഈ കടന്നു പോകുന്ന ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി വിടവാങ്ങുകയാണ്. സമയമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഓട്ടത്തിനിടയിൽ സ്വന്തമായി ജീവിക്കാനും ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാനും നമ്മൾ മറന്നു പോവുകയാണ്. നാളെ ഒരിക്കൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടാവുക ഇത്തരം കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ മാത്രമായിരിക്കുമല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മനസ്സ് നിറയുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.